ഇറാനിലെ സൈനിക നടപടിയെ യുദ്ധമെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് ട്രംപ് പറയുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ട്രംപിനെ പോലെ ഇപ്പോൾ ഇറാൻ്റെ സൈനിക നടപടിയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ വ്യക്തികൾ വേറെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് സംശയമാണ്. ഉം. കാര്യം ട്രംപിൻ്റെ സകലവിധ അമേരിക്കയെക്കുറിച്ചിട്ടുള്ള വിശ്വാസവും അല്ലെങ്കിൽ തന്നെക്കുറിച്ചിട്ടുള്ള തൻ്റെ അഹങ്കാരത്തിന് പശ്ചാത്തലമൊരുക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ഒരു ആത്മവിശ്വാസത്തിന് പശ്ചാത്തലമൊരുക്കിയ അമേരിക്കയെക്കുറിച്ചുള്ള ധാരണയൊക്കെ തെറ്റിച്ചതിപ്പോൾ ഈ ഇസ്രയേലും അമേരിക്കയും ചേർന്നിട്ടുള്ള ഇറാനെതിരെയുള്ള യുദ്ധമാണ്. ഇപ്പം ഇത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ട്രംപിന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് തലയുരിക്കൊണ്ട് പോകണം. അതാണ് ഇതിനകത്തുള്ള പരമമായ ലക്ഷ്യം. കാര്യം നേരിടുന്ന സമ്മർദ്ദങ്ങളെന്ന് പറഞ്ഞാൽ ഇറാനിൻ്റെ അടുത്ത് അടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കാം എന്തൊരു പരിതാപകരമായ അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. കാരണം ഇനി യഥാർത്ഥത്തിൽ ഇപ്പം ഈ ട്രംപ് കഴിഞ്ഞ ഏപ്രിൽ 22 ആദ്യം പ്രഖ്യാപിച്ചിരുന്ന വെടിനിർത്തൽ കരാറിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ആ ലാസ്റ്റ് ഡേയിൽ ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി അനിശ്ചിതത്വമായിട്ട് വെടിനിർത്തൽ നീട്ടുകയാണ്. അതായത് ഇനി ഇറാൻ ഈ ചർച്ചയ്ക്ക് വരുന്നത് എന്നാണോ വരുന്നത് അന്ന് വരെ ഇറാനുമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതിൻ്റെ ഒരു 75%, 80 അല്ലെങ്കിൽ 90% പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇനി ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം കൂടെ പതുക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥയാണ് വരുന്നത്. കാരണം ട്രംപ് വിചാരിച്ചു ഇറാനിലെ ലീഡർഷിപ്പിനെ മുഴുവൻ ഇല്ലാതാക്കുകയും അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ അതോടുകൂടി കഴിയും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം ഇറാൻ എടുത്ത ആക്രമണങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർ ഈ യുദ്ധത്തെ പ്രതീക്ഷിച്ചിരുന്ന സംഗതിയാണ്. പതിറ്റാണ്ടുകളായിട്ട് 4 ദശാബ്ദത്തിലേറെയായിട്ട് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് കരുതി അതിനുവേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പം മുഴുവൻ സേനാധിപന്മാരും അല്ലെങ്കിൽ ഈ ലീഡർഷിപ്പ് നശിച്ചു പോയാൽ പോലും യുദ്ധം തീവ്രമായ രീതിയിൽ എങ്ങനെ തുടർന്നു പോകാം എന്നുള്ള രീതിയിലേക്ക് എല്ലാം സജ്ജമാക്കി വെച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു ഇറാനിലുള്ളത്. അതാണ് നമ്മൾ കാണുകയും ചെയ്തത്. അപ്പോൾ ഓരോ ഘട്ടം കഴിയുന്തോറും ഇറാൻ്റെ പ്രഹരശേഷി വർദ്ധിക്കുന്നതും പ്രഹര രീതി വർദ്ധിക്കുന്നതും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാമായിരുന്നു. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ എത്തിയപ്പോഴാണ് ഇപ്പോൾ അവർ ഈ വെടിനിർത്തലിന് തയ്യാറാവുന്നു. അതും ഇവർ അങ്ങോട്ട് ടേംസ് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്. 2ാം വട്ട ചർച്ചയ്ക്ക് JD വാൻസും കൂട്ടരും എല്ലാം അവിടെ പ്ലെയിനിൽ കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അമേരിക്കയിൽ. പക്ഷേ ഇറാൻ തയ്യാറാവുന്നില്ല. കാരണം അൽഖമനിയെ ഒറ്റയടിക്ക് അവർ കൊല ചെയ്തതോടുകൂടി അവരെല്ലാം തീർന്നു എന്ന് വിചാരിച്ചു. എന്നിട്ട് അവസാനം ഇറാനൊന്നും മൈൻഡ് ചെയ്തതേ ഇല്ല. കാരണം ഉപരോധം പിൻവലിക്കാതെ ഞങ്ങൾ ഇനി ഒരു ചർച്ചയ്ക്കില്ല എന്നുള്ള സ്റ്റാൻഡ് അവരെടുത്തു. അതിനുശേഷം പിന്നീട് അരാക്ചി കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ട്, വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ, ഇസ്ലാമാബാദിൽ വന്നിട്ട് അമേരിക്കൻ ടീമിനെ കാണാതെ തങ്ങൾക്ക് പറയാനുള്ളത് അവിടെ ഷഹബാസ് ഷെരീഫിനോട് പറഞ്ഞ് അതല്ലെങ്കിൽ ആസിഫ് മുനീനോട് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ റഷ്യയിലേക്ക് പോയി. അമേരിക്കയുടെ ചർച്ചയ്ക്ക് പോലും തയ്യാറാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പരസ്യമായ അധിക്ഷേപം കൂടിയാണ് അമേരിക്കയ്ക്ക് നേരെ നടക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇനി ആഭ്യന്തരമായിട്ടും അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആഭ്യന്തരമായി പല പല പ്രശ്നങ്ങളാണ് അമേരിക്കയിൽ ഇപ്പം ഭരണകൂടം നേരിടുന്നത്. ഒന്ന്, അതിതീവ്രമായ രീതിയിലുള്ള വിലക്കയറ്റം. അവിടുത്തെ ഗ്യാസ് ലൈൻ 40%-ലേറെയാണ് ഇപ്പോൾ വില വർദ്ധിച്ചിരിക്കുന്നത്. ട്രംപിൻ്റെ താരിഫ് യുദ്ധം കാരണം സാധാരണ ജനങ്ങൾ മുഴുവൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾ പോലും വളരെ കുറഞ്ഞിട്ടുണ്ട്. പല രാജ്യത്തു നിന്നും കയറ്റി അയക്കുന്നത് വൻ തുക കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് താറുമാറായി കഴിഞ്ഞ രീതിയിലുള്ള അവശ്യ സാധനങ്ങളുടെ വില വർധന വളരെ വലുതാണ്. ശരിക്കും ഇറാന്റെ ഭൂപ്രകൃതി തന്നെയല്ലേ അവരുടെ ഒരു കവചവും? ഭൂപ്രകൃതിയും അവരുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ അവർ ഒരിക്കലും സറണ്ടർ ചെയ്യുന്ന ജനതയല്ല. ഇറാൻ്റെ പ്രത്യേകത തന്നെ സറണ്ടർ ചെയ്യുന്ന ജനതയല്ല. അവർക്ക് എത്ര അവസാന നിമിഷം വരെ അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളതിനകത്ത് അവർക്ക് സംശയമില്ല. പിന്നെ അതേപോലെ തന്നെ അവർ പറഞ്ഞ രീതിയിലൂടെ അവർ സ്ട്രാറ്റജി കൊണ്ടാണ് ട്രംപിനെ നേരിട്ടത്. അല്ലാതെ സമ്പത്ത് കൊണ്ടോ അതല്ലെങ്കിൽ ആയുധങ്ങളുടെ തീർച്ചയായിട്ടും മികവുള്ള ആയുധങ്ങൾ അവർ പ്രയോഗിച്ചു. അല്ലാതെ സ്ട്രാറ്റജിയാണ് അവർ ഈ യുദ്ധത്തിൽ ട്രംപിനെ അല്ലെങ്കിൽ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞതെന്നുള്ളതാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു അനിശ്ചിതത്വ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇവർ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലേക്ക്, ഈ യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇറാനാണ്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം
അവരുടെ കയ്യിലേക്ക് വരുന്നു. ലോകം മുഴുവൻ, ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുഖ്യമായി നിർണ്ണയിക്കുന്ന ഒരു കടലെടുക്കാണ് ആ ഹോർമൂസ് കടലെടുക്ക്. അത് ഞാൻ മുമ്പ് ചോദിച്ചത്, കാരണം ആ ഭൂപ്രകൃതിയല്ലേ ശരിക്കും ഭൂപ്രകൃതിയാണ് അവർക്കൊരു തീർച്ചയായിട്ടും. കവചമായിട്ട് അതെ നിൽക്കുന്നത്. അതെ, അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. അപ്പോൾ അവിടുത്തെ മലനിരകൾ, അവിടുത്തെ വലിയ പാറക്കെട്ടുകൾ, ഇതിൻ്റെ അടിയിലൊക്കെയാണ് ഇവർ ഈ അണ്ടർഗ്രൗണ്ട് ലോകം തന്നെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. എവിടെയാണ് ഈ മറ്റേ ഡ്രോണുകളും ഈ ഫൈറ്റർ പ്ലെയിനുകളൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പോലും ആർക്കും അറിയാൻ കഴിയുന്നില്ല. പല ഭാഗങ്ങളിൽ, ഒരിടത്ത് മാത്രമല്ല പല ഭാഗങ്ങളിൽ. അപ്പോൾ അതാണ് പറഞ്ഞ സ്ട്രാറ്റജിയാണ് ഇറാൻ ജനതയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇപ്പം ലോകം ഇറാൻ്റെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതിൻ്റെ അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഇനി ലോകത്തു നിന്നുള്ള ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദവും ട്രംപിന് മേലുണ്ട് അല്ലേ. ഇപ്പം സംഭവിക്കുന്നതാണ്, ഈ ഇറാൻ യുദ്ധവും കഴിഞ്ഞോടുകൂടി ലോകരാജ്യങ്ങൾക്കിടയിൽ ട്രംപ് അതോടൊപ്പം തന്നെ അമേരിക്കയും ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പം യൂറോപ്പ് ഏകദേശം മാറിക്കഴിഞ്ഞു അല്ലേ. അങ്ങനെ സകല രാജ്യങ്ങളും, അതുപോലെ പിന്നെ യൂറോപ്യൻ സേന ഡെൻമാർക്കിലേക്ക് പോയിരിക്കുകയാണ്. കാരണം ട്രംപിനെ അവിടെ ആക്രമിക്കുകയാണെങ്കിൽ നേരിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരസ്യമായിട്ട് ഇപ്പം നാറ്റോയിൽ നേരിട്ട് വിട്ടുകഴിഞ്ഞ അവസ്ഥയാണ്, ഔദ്യോഗികമായിട്ട് വേറെ വിടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ട്രംപ് ഇപ്പോൾ യൂറോപ്പായിട്ടുള്ള വിരുദ്ധതയിലായി, ലോക രാജ്യങ്ങളായിട്ടെല്ലാം പോരാട്ടത്തിലായി. അപ്പം ട്രംപ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്നു. അപ്പം ലോക സമ്പദ് വ്യവസ്ഥ ആകെ സമ്മർദ്ദത്തിലാവുന്നു. എണ്ണയുടെ വില $116 ഒരു ബാരലിന് കയറുന്നു. അപ്പം ഈ സാഹചര്യത്തിലാണ് യു എ ഇ ഒപ്പക്കിൽ നിന്ന് പിന്മാറുന്നത്. അപ്പം ലോക വ്യവസ്ഥ തന്നെ ആകെ മാറുകയാണ്. മറ്റേ ഒപ്പക് എന്ന് പറയുന്ന രാജ്യങ്ങൾ, ഓയിൽ പ്രൊഡ്യൂസിങ് ആൻഡ് എക്സ്പോർട്ടിങ് കൺട്രീസ് ആൻഡ് ഒപ്പക് പ്ലസ്. അപ്പം ഇവരായിരുന്നു ഈ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഈ ഓയിൽ പ്രൊഡക്ഷൻ്റെ ഒരു നിയന്ത്രണമൊക്കെ ഉണ്ടാക്കി ഒന്ന് ക്യാപ്പ് ചെയ്തിട്ട് എല്ലാ രാജ്യങ്ങളും, അത് ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യയാണ് അതിനകത്ത് ഒരു നേതാവായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സൗദി അറേബ്യ ആയിട്ടുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിലാണ്, തങ്ങൾക്കത് അപകടകരമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ യു എ ഇ ഒപ്പക്കിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. അപ്പം ലോക ഓർഡർ തന്നെ കംപ്ലീറ്റ് മാറുകയാണ് നമ്മൾ കാണുന്നത്. മിഡിൽ ഈസ്റ്റിലെ, പശ്ചിമേഷ്യയിലെയും ആ പിന്നെ ഇക്വേഷൻസും സമവാക്യങ്ങളും ബന്ധങ്ങളും എല്ലാം മാറുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പം ഈ അവസ്ഥയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം യു എ ഇ 5 മില്യൺ ബാരൽ 2027 കൂടി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഇന്ത്യക്ക് നല്ലതാണ്. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ യു എയിൽ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയുള്ള ചർച്ചകൾ അതൊന്നും നമുക്കറിയില്ലല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ഇപ്പം ഇന്ത്യയുമായിട്ടൊരു ധാരണ, ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ വളരെ ഇപ്പം ഇന്ത്യയും മുംബൈയും ദുബായും അല്ലെങ്കിൽ ദുബായും തമ്മിലുള്ള ഈ കടലിനടുക്കിലുള്ള പൈപ്പ് പദ്ധതി ഉള്ളതല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്, ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ലോക ഭൗമ രാഷ്ട്രീയം തന്നെ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സമ്മർദ്ദം വഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു. അപ്പം ട്രംപിന് ഇപ്പോൾ യുദ്ധം ഇല്ല എന്ന്, ഇറാൻ ദുരന്തമായി, ഇനി ഇറാനോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, ഒരു രാജ്യം തന്നെ അല്ലാണ്ടായി മാറി, സമ്പദ് വ്യവസ്ഥ തകർന്നു, ദുരന്തമായി എന്ന് പറഞ്ഞിട്ട് അവര് ജയിച്ചു എന്ന് കാണിക്കുക മാത്രമായി അത്രേ ഉള്ളൂ. എന്നിട്ട് പതുക്കെ ഇനി അതുകൊണ്ട് യുദ്ധം ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളത് പതുക്കെ ഉപരോധവും മാറ്റുന്നു. അപ്പോഴത്തേക്ക് ഹോർമൂസ് കടലെടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു. ഇനി അവർക്ക് ഇനിയും ദുരന്തമായ ഈ സാമ്പത്തിക ദുരന്തം നേരിട്ട രാജ്യമായതുകൊണ്ട് അവർക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് ഇനി അതും അനുവദിച്ചു കൊടുക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് വരുന്ന ആ ഒരു രീതിയിലേക്ക് സംഗതി ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് യുദ്ധം അവസാനിച്ചു എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ ട്രംപിന്റെ ഈ ഒരു, അതായത് 82% ഇറാൻ നശിക്കപ്പെട്ടു എന്നാണ് ട്രംപ് പറയുന്നത്. അത് എത്രത്തോളം അല്ല, അത് ന്യായമാണ്. കാരണം ഇപ്പം ഒരു 82% നശിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതും നമ്മൾ 85% ആയി കഴിഞ്ഞാൽ 100% കണക്കാക്കും. അപ്പൊ പിന്നെ 100% നശിച്ചാൽ പിന്നെ യുദ്ധത്തിന്റെ ആവശ്യമില്ലല്ലോ. അതാണ് ട്രംപിന്റെ ലോജിക്ക്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ യുദ്ധം ചെയ്തതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ അവരെ തോൽപ്പിച്ചു, ഞങ്ങൾ പിന്മാറുന്നു. പക്ഷെ ഇറാൻ നല്ല പ്രകോപനങ്ങൾ കൊടുത്തുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ യുദ്ധത്തിൽ ആര് നേട്ടം ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഒഴികെ ഇപ്പം നമ്മൾ എല്ലാ രാജ്യങ്ങൾക്കും നമ്മളൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പക്ഷെ നമ്മളും ഭാവിയിൽ
ഇതിൻ്റെ പിന്നെ ഗുണകരമായ ഒരുപാട് വശങ്ങൾ ഇതിനകത്ത് നമുക്കും ഇന്ത്യക്കും ഉണ്ടാക്കാൻ തുറന്നു കിട്ടും. കഴിയുമെന്നാണ് നമ്മൾ ഓരോന്ന് നിരീക്ഷിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്. കാരണം നമ്മൾ വളരെ സൂക്ഷിച്ചിട്ടാണ് ഈ ഒരു സംഗതിയിൽ നമ്മൾ ഇറാനുമായിട്ടുള്ള ബന്ധമാണെങ്കിലും GCC രാജ്യങ്ങളായിട്ടുള്ള ബന്ധം, കാരണം GCC രാജ്യങ്ങളുടെ ഇക്വേഷൻ മാറുകയാണ്. ഇപ്പോൾ ഒപ്പക്കിൽ നിന്ന് മാറി, ഇപ്പോൾ OIC ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, അതിനകത്ത് ഇനിയിപ്പോൾ മാറ്റം വരും. GCC രാജ്യങ്ങളുടെ കൂട്ടായ്മയിലും മാറ്റം വരും. അപ്പോൾ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിലും അവരുടെ സംഘടിത ആ ഒരു പിന്നെ രീതിയിലും ഒക്കെ മാറ്റം വരാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾക്കും ഇത് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മൾ യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. ട്രംപിന്റെ ഒരു തോൽവിയാണത്. തീർച്ചയായിട്ടും ട്രംപിൻ്റെ ദയനീയമായ പരാജയമാണ് ഇറാനിലെ കാണുന്നത്. ട്രംപിൻ്റെ ഏറ്റവും ദയനീയമായ പരാജയങ്ങളൊന്നും തന്നെയാണ്, സംശയമില്ല.